വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഒത്തിരിയധികം വീഡിയോസ് ഇപ്പം മുന്നോട്ട് പോയി വോളിയം വെച്ച് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം, അങ്ങനെ പല പല ക്വാളിറ്റിയിലുള്ള ട്രേഡ് സെറ്റപ്പ് ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ കാര്യമാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എവിടെയെല്ലാമാണ് മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് അതിനൊരു തോട്ട് പ്രോസസ്സിന് ഒരു ക്വാളിറ്റി തോട്ട് പ്രോസസ്സ് നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ട്രെൻഡ് അറിഞ്ഞ് മൊമെൻറ്റം ഏരിയയിൽ ട്രേഡ് ചെയ്യാം. ഐഡൻറ്റിഫൈങ് മൊമെൻറ്റം ഏരിയാസ് ഫോർ ട്രേഡിംഗ്. അപ്പോൾ ഈ മൊമെൻറ്റം ഏരിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? അതായത് നമ്മൾ എൻട്രി ചെയ്യുന്ന ഏരിയയിൽ പ്രൈസ് വരുമ്പോൾ അവിടുന്ന് ആ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് തിരിച്ച് യൂ ടേൺ എടുക്കുമോ, അല്ലെങ്കിൽ പ്രൈസ് ഏത് ഡയറക്ഷനാണോ വരുന്നത് അതിന് ഓപ്പോസിറ്റിലേക്ക് മാർക്കറ്റ് തിരിച്ച് കയറി പോവുകയോ ചെയ്യുന്നതിനാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് മൊമെൻറ്റം ഉള്ള ഏരിയയിൽ നിന്ന് മാത്രം എൻട്രി എടുക്കുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ പല ആൾക്കാർക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ആക്ച്വലി കാര്യമെന്ന്. അപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിൽ കൂടെ മാത്രമേ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോബഡി വിൽ എക്സ്പ്ലെയിൻ യു ദ വേ ഐ ആം എക്സ്പ്ലെയിനിങ് യു. ബിക്കോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും ഇത് നമ്മൾ മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുക. അപ്പം ഇതിനകത്ത് ഞാൻ കുറേ ടെസ്റ്റിംഗ് എല്ലാം നടത്തുകയാണ്. 10,000 കണക്കിന് ക്യാൻഡിൽസ് അനലൈസ് ചെയ്യുകയും അതിൻ്റെ പുറയിലിരുന്ന് നോക്കി കണ്ടുപിടിക്കുകയും മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഇത് മണിക്കൂറുകളോളം ഇരുന്ന് വാച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത്. അപ്പം നിങ്ങൾക്കും ആ സെയിം ആക്ടിവിറ്റി മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും ലോജിക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഫോളോ ദി സിസ്റ്റം. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട് ബിക്കോസ് യു ആർ ഗോയിങ് ടു ബി എ പ്രൊഫഷണൽ ട്രേഡർ. അപ്പോൾ ഒരു ഗാംബ്ലർ അല്ല, ഒരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് നോക്കുമ്പോൾ നമ്മൾ എന്താണ് നോർമലി നമ്മളെ മാർക്കറ്റിൽ ഇതുവരെയും ആൾക്കാർ നമ്മളെ പറഞ്ഞും പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണ്? വാട്ട് യു വെർ ടോൾഡ് വെയർ എ ലൈ. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെല്ലാമാണ് നിങ്ങളെ പറഞ്ഞ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം ഒരു നുണയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നമ്മൾ കാണുന്ന മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതേ ബിഹേവിയർ മാർക്കറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് 10 പ്രാവശ്യം നോക്കുമ്പം 7 പ്രാവശ്യം സിമിലർ ടൈപ്പ് ഓഫ് മാർക്കറ്റ് മൂവ്മെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ വാട്ട് വി ആർ ടോക്കിംഗ് ഈസ് എ ലോജിക്കൽ പ്രോസസ്സ് അല്ലേ? നമ്മൾ ഒരു ലോജിക്കൽ പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഘടന, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ബ്ലൂ പ്രിൻറ്റ് എങ്ങനെയാണ് അത് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സോ ഇൻട്രഡക്ഷൻ ലെങ്തി ആയി പോകുന്നത്. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ കൺസെപ്റ്റ്. ഓക്കെ, നൗ ഒത്തിരി വീഡിയോസ് ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ അതെല്ലാം സീക്വൻഷ്യലി നമുക്കിത് കാണാൻ പറ്റും. ഇത് മുഴുവൻ കണ്ടിട്ട് 169 വീഡിയോ ആയി. ഇത് മുഴുവൻ കണ്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും സ്പീഡിലിട്ടാണെങ്കിൽ നിങ്ങൾ ഇത് മുഴുവൻ കണ്ടതിന് ശേഷം വരിക, പ്രാക്ടീസ് ചെയ്യുക. യു ക്യാൻ ബിക്കം എ പ്രൊഫഷണൽ ട്രേഡർ. നോ, ലെറ്റ് us come back to the concept. Now, ഇവിടെ നിഫ്റ്റിയുടെ ഒരു ലെവൽസ് നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ് സംഭവം? ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ നമുക്ക് ഇവിടെ ഇല്ലെന്ന് വിചാരിക്കാം. അപ്പം നമ്മളെ സംബന്ധിച്ച് ആസ് എ ട്രേഡിംഗ് സീക്രട്ട് പ്രൊഫഷണൽ ട്രേഡർ നമ്മളെ സംബന്ധിച്ച് ഒരു ലെവലും ഇല്ല, ഒരു കാര്യങ്ങളില്ല. മാർക്കറ്റ് പിറ്റേ ദിവസം എവിടെ ഓപ്പൺ ആകുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. ശരിയല്ലേ? ലോകത്തിൽ ആർക്കും അറിയത്തില്ല. പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതെവിടെയാണ് അതിൻ്റെ ആക്ടിവിറ്റി നടക്കാൻ പോകുന്നത്. സോ മാർക്കറ്റ് ഹാസ് ഗോട്ട് എ നെറേറ്റീവ്. ആ നെറേറ്റീവിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഡയറക്ഷണൽ ബയാസ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രക്രിയയാണിത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന സെർട്ടൺ ഏരിയാസ്, ഏത് ഏരിയാസിലാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 2 ദിവസത്തെ മാർക്കറ്റ് ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചു. ഈ 30 മെയിലെയും 31 മെയിലെയും മാർക്കറ്റ് 2 ഇല്ല എന്ന് വിചാരിക്കുക. സോ ഐ ആം ഡിലീറ്റിംഗ് ഇല്ല, കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇനി നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഇവിടെ കിടക്കുന്നതാണ്, ഒരു വോളിയം ഇംബാലൻസ് ഫില്ലപ്പ് ചെയ്തിരിക്കുന്നുണ്ടോ. സോ ഇവിടെ നമ്മളുടെ കൺസെപ്ച്വലി നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുന്നു ഇങ്ങനെ. അതിനുശേഷം ഒരു ക്യാൻഡിൽ ഗ്യാപ്പ് അപ്പ് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് അപ്പ് വരുമ്പം ഈ ഗ്യാപ്സ് എല്ലാം മാർക്കറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എങ്ങനെയാണെങ്കിലും ആ ഗ്യാപ്പിൻ്റെ ഏരിയ കംപ്ലീറ്റ്ലി പിന്നീടുള്ള സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഈ മാർക്കറ്റ് ഇങ്ങനെ നമ്മളൊരു ക്യാൻഡിൽ ഫോം ചെയ്തു, രണ്ടാമത്തെ ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ ഈ ക്യാൻഡിലും ഏകദേശം മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയും. അതായത് അത് രണ്ടും ഓവർലാപ്പ് ചെയ്ത് ടച്ച് ചെയ്താണ് പോകുന്നതെങ്കിൽ മിറ്റിഗേറ്റഡ് മൂവ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഇവിടുന്ന് ഇതിനൊരു വിക്സ് ആണ് വരുന്നതെന്ന് വിചാരിച്ചു. അപ്പം അടുത്ത ക്യാൻഡിൽ ഇവിടുന്ന് ഫോം ചെയ്യുകയാണ്, ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യുക. അപ്പോൾ ഇതിനും ഇവിടെ ഒരു വിക്സ് വരുവാണ് ഇങ്ങനെ. അപ്പം ഇതിൻ്റെ വിക്സ് ഇവിടെയുണ്ട്, അപ്പോൾ ഇതിൻ്റെ വിക്സ് ഇങ്ങനെയുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വിക്സ് ഇവിടെ നിൽക്കുന്നു. അപ്പം ഈ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം ഈ ക്യാൻഡിലിൽ വന്നിട്ട് ഈ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ വന്ന് ടച്ച് ചെയ്യുക, തിരിച്ച് കയറി പോവുക. അല്ലെങ്കിൽ എക്സ്ട്രീം ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഈ ഒരു ഏരിയ വരെ വന്ന് ഫില്ല് ചെയ്യുക. അപ്പം നമ്മളെ സംബന്ധിച്ച് അപ്പോൾ ക്യാൻഡിൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നത് മാക്സിമം ഈ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഇവിടെ വരെ വന്നതിന് ശേഷം വീണ്ടും തിരിച്ച് മുകളിലേക്ക് കയറും.
ഇതാണ് ക്യാൻഡിൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ക്യാൻഡിൽസ് ഇങ്ങനെ ഫോം ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഇംബാലൻസ് അല്ല, മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെന്ന് വിചാരിക്കുക ഇവിടെ. അപ്പോൾ ഇത് ടച്ച് ചെയ്തിട്ടില്ല, ഇവിടെയും ടച്ച് ചെയ്തിട്ടില്ല. സോ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ വരുന്ന ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് ക്യാൻഡിൽ സ്റ്റിക്സ് മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല, ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഏത് ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കുന്നത് ഒന്നെങ്കിൽ ഡേ വൈസ്, അല്ലെങ്കിൽ വീക്ക്ലി, അല്ലെങ്കിൽ മന്ത്ലി. അപ്പോൾ ടൈം ഫ്രെയിം കൂടുതലായിട്ട് പോകുന്തോറും ആ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനകത്ത് അതിൻ്റെ ബോട്ടം ലെവലിൽ വരുന്ന ലെവലിലെ പ്രൈസ് വരുമ്പോൾ ഭയങ്കര ഹൈ മൊമെൻറ്റത്തിലായിരിക്കും മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. അത് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും, ചാർട്ടിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കത് കാണാൻ പറ്റും. സോ എന്താണ് ആ സംഭവം എന്നാണ് ഇനി ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഇതുണ്ടോ? ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിന് താഴോട്ട് ഓപ്പൺ ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ, അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഏരിയ ആണ്, ഈ ക്യാൻഡിലും അതിനുശേഷം ഈ ക്യാൻഡിലും, ഈ 2 ക്യാൻഡിലും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല, പ്രൈസ് മാത്രം ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ വോളിയം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാർക്കറ്റ് വന്ന് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അധികം ചാൻസസ് വളരെ കൂടുതലാണ്. സോ നമ്മളുടെ മൊമെൻറ്റം ഏരിയ എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റം ഏരിയ എന്ന് പറയുന്നത് ഈ ഇൻസൈഡ് ബോക്സിനകത്ത് മൊമെൻറ്റം ഏരിയയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് മൊമെൻറ്റം ഏരിയയിൽ ഞാൻ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഫെയിൽ ആയിരിക്കുന്നത് ആ ഒരു മൊമെൻറ്റം ഏരിയയിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ് കൂടുതലും ഫെയിൽ ആയേക്കുന്നതിൻ്റെ കാര്യം. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ മൊമെൻറ്റം ഏരിയയിലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിന് ബോട്ടം സൈഡ് പ്രൈസ് സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മളെ സംബന്ധിച്ച് ആ ഒരു നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രേഡിലേക്ക് കടക്കാനുള്ള ഒരു ഇതുള്ളൂ, ക്വാളിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ സംബന്ധിച്ച് മൊമെൻറ്റം ഏരിയ ഇതാണ് ഡേ വൈസ് നോക്കുമ്പോഴത്തേനും. അപ്പം വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. സോ വീക്കിലി നോക്കുമ്പം ഇവിടെ ഈ പർട്ടിക്കുലർ ഈ ലാസ്റ്റ് ക്യാൻഡിലാണ് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് ഇഗ്നോർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും വീക്കിലി ഇല്ല. അതേസമയം ഡേ വൈസ് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഏരിയാസ് എവിടെയാണ് മിറ്റിഗേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാത്ത ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ആണെങ്കിലും ഈ ഒരു ലെവലിലാണെങ്കിലും നമുക്കുണ്ട്, ഇതുകൊണ്ടോ ഈ ഒരു ചെറിയ ഏരിയ. അപ്പോൾ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴും നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ വാട്ട് വിൽ യു ബി ലുക്കിംഗ് ഫോർ? നമ്മൾ എന്ത് ഡയറക്ഷണൽ ബയാസ് ആയിരിക്കും നമ്മളുടെ ആ ഒരു ട്രേഡിങ്ങിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മൾ ഫോം ചെയ്യേണ്ടതായിട്ടുള്ള എന്താണ്? സെൽ ആൻഡ് ബൈ ആണോ, ബൈ ആൻഡ് സെൽ ആണോ? ബിക്കോസ് ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ നോക്കുന്നത്? സ്ട്രക്ചറൽ സെറ്റപ്പ് നോക്കുക. എന്താണ്? കണ്ടിന്യൂസ് ഫോൾ ആണ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേനും മാർക്കറ്റ് ഈ ഒരു മൊമെൻറ്റം ഏരിയയിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണോ ഇല്ലയോ നമുക്കറിയത്തില്ല. സോ ഇതിന് താഴെ സഡൻ ഫീച്ചേഴ്സ് കാണിക്കും. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ ഡീകോഡിംഗ് സീരീസിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ കാണിക്കും. സോ ഡീകോഡിംഗ് സീരീസിൽ ഇവിടെ നമ്മൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി യു ക്യാൻ സി ഡീകോഡിംഗ് സീരീസ് 1 to 20 പ്രൈസ് മാനിപ്പുലേഷനെ പറ്റി ഇവിടെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കുന്നുണ്ട് ഈ പർട്ടിക്കുലർ വീഡിയോയ്ക്കകത്ത്. 1 തൊട്ട് 20 വരെയുള്ള വീഡിയോ ഉണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് മാർക്കറ്റ് കാണിക്കുന്നതെന്ന്. അപ്പോൾ അത് പഠിക്കാതെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം പറയുന്നത് മനസ്സിലാകത്തില്ല. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? സോ ഇവിടുന്ന് പ്രൈസ് ഇവിടെ ഏകദേശം ഒരു കൺസിസ്റ്റൻ്റ് റാലി നടത്തി ഇവിടം വരെ വന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും പ്രൈസ് കറക്ഷൻ വന്നിട്ടില്ല. അപ്പോൾ സോ ഇറ്റ് വിൽ ടേക്ക് ആൻഡ് കം ബാക്ക് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ടോട്ടൽ ഏരിയ ഇത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം എന്താണ്? ഒരു വോളിയം കൺഫർമേഷൻ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് വോളിയം എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇവിടെ വോളിയത്തിന് സപ്പോർട്ട് നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് നിൽക്കുന്നത് കൊണ്ടും ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൻ്റെ ഇവിടെ വന്ന് പ്രൈസ് യൂ ടേൺ എടുക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണ്? വോളിയം ബ്രേക്ക് ഔട്ടിൻ്റെ അവിടെ നടന്നിരിക്കുന്ന ഏരിയ നമ്മളെ സംബന്ധിച്ച് ഇതൊരു സപ്പോർട്ടിങ് ഏരിയ ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് അതൊരു വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് അവിടെയുണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് ഇതൊരു മൈനർ ലെവലാണ്. ഇവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയൊരു ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ നോക്കുന്നു. സോ നമ്മുടെ മൊമെൻറ്റം ഏരിയ എന്ന് പറയുന്നത് ഇതിനകത്താണ്. അപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് ആക്ടിവിറ്റി വിൽ ബി ഹാപ്പനിങ് ബിയോണ്ട് ദിസ് ലൈൻ. ഞാൻ നമ്മളുടെ ഒരു ട്രേഡ് സെറ്റപ്പിനകത്ത് ഓൾറെഡി വോളിയം സീരീസിൽ ഞാൻ ഓൾറെഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ ട്രേഡിംഗ് ഒരു ലൈവ് സെനാരിയിൽ വോളിയം സീരീസിനകത്ത് 5th വോളിയത്തിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഈ എങ്ങനെയാണ് ട്രേഡ് ഫെയിൽ ആയെന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മറന്നു പോയിട്ടില്ലെന്ന് വിചാരിക്കുന്നത്. സോ നമ്മളെപ്പോഴും നമ്മളുടെ ആക്ടിവിറ്റി നോക്കേണ്ടത് ഇതിന് ബോട്ടം ലൈനിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ നമ്മളുടെ 3 മിനിറ്റ് സ്ട്രക്ചറിലേക്ക് നമ്മൾ മാറ്റുന്നു. സോ ഇതാണ് നമ്മളുടെ 3 മിനിറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ
ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്. ഇപ്പം പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോഴത്തേനും മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ നമ്മളുടെ ഡയറക്ഷണൽ ബയാസ് എങ്ങനെയാണ് നമ്മളെ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നതാണ് ആദ്യം നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്നു, ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, പ്രൈസ് താഴേക്ക് വരുന്നു. താഴേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇമീഡിയറ്റ്ലി അറിയാൻ പറ്റും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏകദേശം മാർക്കറ്റ് വരുന്നത്. ലെറ്റ് ഇറ്റ് കം. അപ്പോൾ നമുക്കിവിടെ സെല്ലിംഗ് സൈഡിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ കാണുവാണെങ്കിൽ അവിടെ എന്താണ് ഹാപ്പി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, വോളിയത്തിൻ്റെ കൺഫർമേഷൻ നോക്കിയേ, എന്താണ് ഫസ്റ്റ് വോളിയം ഇൻഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ വോളിയം ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞു. അതിനുശേഷം സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ആ ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞ് സെക്കൻഡ് ക്യാൻഡിൽ അവിടെ വോളിയം വന്നു. ആ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ബോഡി പോർഷന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തോ, പ്രൈസ് ടാപ്പ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തോ കുറച്ച് നേരം. അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. സോ സെല്ലിംഗ് കൺഫർമേഷൻ ഓൾറെഡി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി താഴോട്ട് നമ്മുടെ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുവാണ്. സോ ഇവിടെ മാർക്കറ്റ് വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് താഴോട്ട് വരുന്നു. ആ ഏരിയയിലെ റിയാക്ഷൻ കണ്ടോ? സോ ഇവിടെ നമ്മുടെ ലിറ്റിൽ സോങ് നമ്മളിവിടെ നോക്കുകയാണ്. ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൻ, ഹൈ ഇസ് നോട്ട് ടേക്കൻ. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐഡിയലി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രൈസ് എപ്പോഴാണോ ഈ ലൈനിൻ്റെ ബോട്ടം ട്രേഡ് ചെയ്യുന്നത്. ബിക്കോസ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു വോളിയം ഇംബാലൻസ് ഏരിയയാണ്. ഈ വോളിയം ഇംബാലൻസ് ഏരിയയിൽ ഈ പ്രൈസ് എന്തിനാണ് ഇവിടം വരെ വരുന്നത്? വൈ ദ പ്രൈസ് ഈസ് ഹിയർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നില്ലേ? അപ്പോൾ വൈ ദ പ്രൈസ് ഈസ് ഹിയർ? ദ പ്രൈസ് ഈസ് ഹിയർ ടു മേക്ക് ദ ഇംബാലൻസസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇവിടെ വരെ പ്രൈസ് വരുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി റേഞ്ചിങ്. എന്തിനാണ് ഇവിടെ ഒരു റേഞ്ചിങ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഇവിടെ എന്തെല്ലാം പ്രൈസ് ആക്ടിവിറ്റി നടന്നിട്ടില്ലയോ ആ പ്രൈസ് ആക്ടിവിറ്റി വിൽ ബി കംപ്ലീറ്റിംഗ് ദെയർ ഇറ്റ് സെൽഫ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പ്രൈസ് അവിടെ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പ്രൈസിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു. ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തതിന് ശേഷം നമ്മളെ സംബന്ധിച്ച് ഈ ബോട്ടം പ്രൈസ് ദാറ്റ് ഈസ് എ ബെസ്റ്റ് ഏരിയ, ഐ എം ടെലിങ് യു. ബിക്കോസ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇത് പല പ്രാവശ്യം നിങ്ങൾ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ ലൈവ് സെനാരിയോയിൽ ഇരിക്കുമ്പോൾ ഈ ലെവൽസ് മാർക്ക് ചെയ്ത് മാത്രം നോക്കിയാൽ മതി. വേറെ ഒരു ഏരിയയും ഇല്ല നമ്മളെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് മൊമെൻറ്റം ഏരിയ വരുമ്പോൾ മാത്രമേ നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ ഇൻ ബിറ്റ്വീൻ കയറി ഇതിനകത്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നത്തിൽ അവസാനിക്കുകയുള്ളൂ. ഇവിടെ ഇത്ര നേരം റേഞ്ചിങ് ആയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ പ്രീമിയം പോയി എല്ലാം പോയി നമ്മൾ നോക്കിയിരുന്ന് മടുക്കും. അതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും നോക്കി എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ റേഞ്ച് വിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. സോ നമ്മളുടെ ഏരിയ ഈസ് ഗെറ്റിംഗ് ആക്ടിവേറ്റഡ്. സോ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി എവിടെയാണ് ഇവിടെ പ്രൈസ് മാനിപ്പുലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏരിയ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൻ, ഹൈ ഇസ് നോട്ട് ടേക്കൻ. സോ നമ്മൾ സ്ലോലി നോക്കുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചത്? പ്രൈസ് ആ ഒരു റേഞ്ച് വിട്ട് വീണ്ടും പ്രൈസ് ഒരൊറ്റ സ്വീപ്പും കൂടെ നടത്തി, അല്ലേ? സ്വീപ്പ് നടത്തുമ്പോഴത്തേനും നമ്മളിവിടെ നോക്കേണ്ടത് നമ്മളുടെ ഏരിയ ഇവിടെ ഫോം ചെയ്യുന്നത് പോലെ നമ്മൾ കണ്ടു. ഇൻ ബിറ്റ്വീൻ നമ്മളിവിടെ നോക്കി എത്ര പോയിന്റ് 40 പോയിന്റോളം സ്വീപ്പ് നടത്തി. പക്ഷേ നമ്മളിവിടെ എവിടെ വെച്ച് നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാലും യു ക്യാൻ എക്സിറ്റ് ദ ട്രേഡ്. ബിക്കോസ് നമ്മളൊരു മൊമെൻറ്റം ഏരിയയിലാണ് ട്രേഡ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ നമ്മളൊരു കാൻഡിൽസ്റ്റിക് ഇതിൻ്റെ വേറൊരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു മൊമെൻറ്റം ഏരിയയിലാണ് നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്കിവിടെ എൻട്രി കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ ലിറ്റിൽ സോങ് ഇവിടെ പ്ലേ ഔട്ട് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം സോങ് ചില സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നോക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് പോയി? സോ ഇവിടം വരെയാണ് ആ പർട്ടിക്കുലർ ഡേയിലെ മാർക്കറ്റ് എന്ന് പറയുന്നത്. 30-ാം തീയതി. അതിനുശേഷം 31-ാം തീയതിയിലെ ഡേറ്റിലെ മാർക്കറ്റാണ് ഇത്. അതിനുശേഷം അതിന് മുകളിൽ കയറി പ്രൈസ് ട്രേഡ് ചെയ്തു. സോ ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് മാനിപ്പുലേഷൻ ഈസ് സിവിയർലി ഹാപ്പനിങ് ഇൻ ദ മൊമെൻറ്റം ഏരിയ. സോ ആ മൊമെൻറ്റം ഏരിയ ആണ് നമ്മൾ മാർക്കൗട്ട് ചെയ്തിട്ട് അതിന് ബോട്ടം പ്രൈസ് വരുമ്പോഴാണ് നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വോളിയം കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. എന്തെങ്കിലും വോളിയത്തിൻ്റെ കൺഫർമേഷൻ ഇവിടെ നമ്മൾ പഠിച്ച രീതിയിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇൻക്രീസ്ഡ് വോളിയം, ഇവിടെ വോളിയം പോപ്പ് ഔട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. അതിനുശേഷം ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം ട്രേഡ് ചെയ്തു. ക്യുക്ക് സ്വീപ്പ് ആയിരുന്നു. അതിനുശേഷം ബോട്ടം ട്രേഡ് ചെയ്തു. സെക്കൻഡ് പിന്നെ വോളിയം വീണ്ടും അഡീഷൻ ആഡ് ചെയ്തു. അങ്ങനെയുള്ള സെനാരിയോയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് വോളിയം കണ്ടു. അതിൻ്റെ സെക്കൻഡ് സെനാരിയോയിൽ ഇവിടെ ആ പർട്ടിക്കുലർ ക്യാൻഡിൽ നോക്കിയിരിക്കുമ്പോൾ ഈക്വൽ എമൗണ്ട് ഓഫ് വോളിയം നമ്മളിവിടെ പോപ്പ് ഔട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യു വിൽ വെയിറ്റ് ബിക്കോസ് യു നീഡ് എക്സ്ട്രാ കൺഫർമേഷൻ. എന്താണ് കൺഫർമേഷൻ? ഈ വോളിയം ക്യാൻഡിലിൻ്റെ ബോട്ടം ലെവലിൽ വീണ്ടും പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ യു ഹാവ് എൻട്രി. അപ്പം വീണ്ടും നമ്മൾ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എൻട്രി ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇമ്മീഡിയറ്റ്ലി പ്രൈസ് അവിടുന്ന് ഷൂട്ടപ്പ് ചെയ്തോ. ചെറിയ ടാർഗറ്റ് ആണെങ്കിൽ പോലും അവിടുന്ന് പ്രൈസ് നേരെ തിരിച്ച് കയറി. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇൻ കേസ് നമ്മൾ റോങ് എൻട്രിക്ക് ഇതിൽ നമ്മളിവിടെ പ്രശ്നത്തിലായി പോയെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ സെക്കൻഡ് വോളിയം അഡീഷൻ കാണുവാണെങ്കിൽ ഇമീഡിയറ്റ്ലി കോസ്റ്റ് അന്നേരം തന്നെ എക്സിറ്റ് ചെയ്യുക ട്രേഡ്. ബിക്കോസ് രണ്ടാമത് വോളിയം ആഡ് ചെയ്യപ്പെടുമ്പോൾ ഐ എം ഷുവർ ദാറ്റ് ദ പ്രൈസ് വിൽ ട്രേഡ് ബിലോ ദ വോളിയം ക്യാൻഡിൽ.
അതാണ് അതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ അതിനുശേഷം നമുക്ക് എൻട്രി എടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് നോക്കാൻ പറ്റും ഇവിടെ പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി ഹാപ്പൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി ഇവിടെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേനും ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൻ, ഹൈ ഇസ് ടേക്കൻ ആൻഡ് ദ പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ്. ബട്ട് എന്താ പറയുന്നത്, ഈ ഒരു മിറ്റിഗേഷനിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ച് അല്ലേ. ഇതാണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഡിസ്കൗണ്ട് റേഞ്ച്. സോ ഇറ്റ് ഈസ് നോട്ട് ക്വാളിഫൈഡ്. നമ്മളെ സെറ്റപ്പ് പ്രകാരം ക്വാളിഫൈ ചെയ്തിട്ടില്ല. സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രൈസ് ഇങ്ങോട്ട് ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ എൻട്രി. അതാണ് അതിൻ്റെ കാര്യം. പക്ഷേ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ട്രേഡ് ഞാൻ എടുത്തായിരുന്നു ഇവിടെ വെച്ചിട്ട്, ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ഞാൻ എടുത്തായിരുന്നു. പക്ഷേ പെട്ടെന്ന് തിരിച്ച് കയറിപ്പോയി ചെറിയൊരു ടാർഗറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട വന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേനും ആ മൊമെൻറ്റം ഹാപ്പൻഡ് ഓർ നോട്ട്, അതാണ് അതിൻ്റെ കാര്യം. യെസ്, മൊമെൻറ്റം ഹാപ്പൻഡ് അല്ലേ. അപ്പം ഇനി നമുക്ക് ഈ ഒരു സെനാരിയോയിലാണ് മൊമെൻറ്റം നമുക്ക് അവിടെ ട്രേഡ് നടന്നിട്ടുണ്ട്. സോ അതിനുശേഷം പ്രൈസ് വീണ്ടും ആ ഒരു ഏരിയയിൽ കൂടെ തന്നെ റേഞ്ച് ചെയ്തുകൊണ്ട് പോകുന്ന പോക്കുണ്ടോ. എത്ര നേരമാണ് ആ ഒരു റേഞ്ചിങ് എൻവയോൺമെൻറ്റ് വരുന്നത്. വീണ്ടും ഇവിടെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോഴത്തേനും ക്യാൻ യു സീ ദ പ്രൈസ് മാനിപ്പുലേഷൻ ആക്ടിവിറ്റി. ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേയിൽ ഇപ്പം മാർക്കറ്റ് വന്ന് നിൽക്കുന്ന ആക്ടിവിറ്റിയാണ്. ഇതെന്താണ് 31 മെയിലാണ്. ഇതിപ്പം നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2-ാം തീയതി ജൂൺ സൺഡേ ആണ്. അപ്പം ഇവിടെ എന്താണ് സംഭവം, ലോ ഇസ് മെയ്ഡ് ആൻഡ് ഹൈ ക്ലിയർ ആയിട്ട് മേക്ക് ചെയ്യുന്നില്ല. സി ഇത് ഈവൻ ബോഡി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് ടേക്കൻ, ഹൈ ഇസ് ടേക്കൻ, പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് ആൻഡ് ഗോയിങ് അപ്പ്. നമുക്ക് ആ ഒരു പോയിന്റിൽ നമുക്ക് ചെറിയൊരു ടാർഗറ്റ് കിട്ടിയോ ഇല്ലയോ, നമ്മൾ അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്ന് കയറുവാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഇവിടെ വരെ ക്വിക്ക് മൊമെൻറ്റത്തിൽ കിട്ടിയോ ഇല്ലയോ, കിട്ടി. ബിക്കോസ് എഗെയിൻ പ്രൈസ് ഇസ് ട്രേഡിങ് ബിലോ ദ വോളിയം ഏരിയ. ആ സമയത്താണ് നമ്മളുടെ മൊമെൻറ്റം ഏരിയ. ആ സമയത്താണ് നമ്മൾ ഇതിൻ്റെ എൻട്രി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ ബാക്ക് ടു അതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റും കൂടെ നമുക്ക് പറഞ്ഞു പോകാം. അതായത് ബാക്ക് ടു ഡേ വൈസ് ചാർട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോഴത്തേനും ഇവിടെ നമ്മൾ ഈ 2 ദിവസത്തെ ഡേറ്റയാണ് കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ പ്രൈസ് ആക്ഷനാണ് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ ലൈൻ വരച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രേഡ് എൻട്രി നമ്മൾ പ്രൈസ് മാനിപ്പുലേഷൻ കാണുമ്പം അതിൻ്റെ ഫൈനസ്റ്റ് ലെഗിൽ നമ്മൾ എൻട്രി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മേ ബി യു വിൽ സീ എ 3 candle സെറ്റപ്പ് ദെയർ. സോ ആ ഒരു 3 candle സെറ്റപ്പ് കാണുമ്പോൾ പോലും നമുക്ക് ബിക്കോസ് ദ പ്രൈസ് ഈസ് ട്രേഡിങ് അറ്റ് എ ലോവർ റേഞ്ച്. ഇവിടെ നമ്മൾ നോക്കുമ്പം എന്താണ് സംഭവം, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ പ്രകാരം എന്താണ് ഇവിടെ കറക്ഷണൽ മൂവ് ഈസ് ഹാപ്പനിങ് അല്ലേ. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഗ്യാപ്പ് ഇവിടെ എല്ലാം ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റ് പോകുന്നത്. സോ ഹയർ ദ പോസിബിലിറ്റി മാർക്കറ്റ് ഇങ്ങനെ വന്നു വെച്ചാൽ നേരെ തിരിച്ച് ഇവിടെ ഒരു 50% മാർക്കറ്റ് കയറി വന്നതിന് ശേഷം വീണ്ടും പ്രൈസ് താഴോട്ട് വരും. ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് വീണ്ടും വരും, വീണ്ടും കയറും. ഇങ്ങനെയല്ലേ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി പോകുന്നത്. സോ ഇങ്ങനെ പോകാനാണെങ്കിൽ ഇങ്ങനെയാണ് അത് വരേണ്ടത്. സോ 50% ഓഫ് ദ ടൈം മാർക്കറ്റ് വിൽ കം ബാക്ക്. അതാണല്ലോ റേഞ്ച് എന്ന് പറയുന്നത്. സോ നൗ ഇവിടെ നമ്മൾ നോക്കുമ്പം നമ്മളൊരു വോളിയം ഏരിയ നമ്മളിവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് ഒരു മൊമെൻറ്റം ഏരിയ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നു അല്ലേ. നമ്മളിവിടെ ഈ മൊമെൻറ്റം ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ദിസ് ഈസ് അവർ പർട്ടിക്കുലർ ക്യാൻഡിൽ അല്ലേ. ഇതിന് താഴെയാണ്, ഈ പർട്ടിക്കുലർ ക്യാൻഡിലിന് താഴെയാണ്, ഈ പർട്ടിക്കുലർ ലൈന് താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി നമ്മൾ സ്ട്രക്ചറൽ വൈസ് സെറ്റപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ക്ലബ് ചെയ്യുമ്പോഴത്തേനും സി എ ലോ വാസ് മെയ്ഡ് ആൻഡ് എ ഹൈ വാസ് മെയ്ഡ്, എ ലോ ഇസ് ടേക്കൺ. സോ ദിസ് ഈസ് എ പുൾ ബാക്ക് ക്യാൻഡിൽ റൈറ്റ്. പുൾ ബാക്ക് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ പഴയ ലെസൺസിലേക്ക് പോവാം. എഗെയിൻ എ ഹൈ ഇസ് മെയ്ഡ് ആൻഡ് എ പുൾ ബാക്ക് ഇസ് മെയ്ഡ്. എഗെയിൻ എ ഹൈ ഇസ് മെയ്ഡ്, എ ന്യൂ ഹൈ ഇസ് മെയ്ഡ്. ഇവിടെ പുൾ ബാക്ക് ഒരിടത്തും ഇല്ല. സോ എഗെയിൻ എ പുൾ ബാക്ക് ഇസ് മെയ്ഡ്. ഓക്കെ, എഗെയിൻ പ്രൈസ് മേളിലേക്ക് വന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്നു അല്ലേ. അപ്പം ഇവിടുത്തെ ലെഗിൽ എന്താണ് സംഭവം, ഇവിടെ എന്താണ് സംഭവം, ഇവിടുത്തെ നമ്മളുടെ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ. പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. സോ ദിസ് ഈസ് ബിക്കോസ് ഇതാണ് കറക്ഷണൽ മൂവ് എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ ക്യാൻഡിലാണ് പുൾ ബാക്ക് ക്യാൻഡിൽ. ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിലായി പോയി. അതുപോലെ തന്നെ ഒരു സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് പുൾ ബാക്ക് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ കൃത്യമായിട്ട് സ്ട്രക്ചറിൻ്റെ ഇതിൽ വെച്ചിട്ട് നമുക്കൊരു പ്രീവിയസ് ഏരിയ എന്ന് പറയാൻ പറ്റും. സോ ഇത് നമുക്ക് അടുത്ത പ്രീവിയസ് ഏരിയ ആയിരുന്നു. ഇനി അടുത്ത പ്രീവിയസ് ഏരിയ ഏതായിരുന്നു നമ്മളെ സംബന്ധിച്ച്, ഇത് നമ്മളെ സംബന്ധിച്ച് അടുത്ത പ്രീവിയസ് ഏരിയ ആയിരുന്നു അല്ലേ. സോ ഇനി നമ്മളെ സംബന്ധിച്ച് ഇത് ട്രേഡബിൾ റേഞ്ച് അല്ല, നമുക്ക് ട്രേഡബിൾ റേഞ്ചാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ദിസ് വാസ് എ പ്രീവിയസ് ഏരിയ. സോ ഈ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് ഇതായിരുന്നു. സോ നൗ ലെറ്റ് മീ ക്ലിയർ ഔട്ട് ദിസ്. ഓക്കെ, നൗ ഇച്ചിരി ക്ലിയർ ആയിട്ട് നോക്കാം. അപ്പം ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇത് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടും ബിക്കോസ് ഒരു സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് കൊണ്ടും, സ്വിംഗ് സ്ട്രക്ചർ മാത്രം നമ്മൾ നോക്കരുത്, പക്ഷേ അതൊരു സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് കൊണ്ടും ഇവിടെ എന്താണ് ഈ ഡേ വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ ആയതുകൊണ്ടും നമുക്കിതിനെ എന്ത് പറയാനോ പ്രീവിയസ് ഏരിയ, ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ എന്ന് പറയുന്നത് അതിൻ്റെ പ്രീവിയസ് ഏരിയ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പർട്ടിക്കുലർ ലെഗിൽ നമ്മൾ നോക്കുമ്പോൾ അല്ലേ. സോ ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഗ്രീൻ ബോക്സ് എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ട് സോണിലാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ പ്രീവിയസ് ഏരിയ. അവിടെ പ്രൈസ് വന്നു കഴിയുമ്പം ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് ദ പ്രൈസ് വിൽ ടേക്ക് എ യു ടേൺ.
അപ്പോൾ അങ്ങനെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഏരിയ എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്കറ്റ് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇറ്റ് വിൽ ബി ഹൈലി റെസ്പെക്റ്റിംഗ്, മാർക്കറ്റ് വിൽ ബി റെസ്പെക്റ്റിംഗ് ദിസ് പർട്ടിക്കുലർ ഏരിയ. അപ്പം ബിക്കോസ് എന്താണ് ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ 50% ആണ്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കോയിൻസിഡൻ്റ്ലി ഈ പർട്ടിക്കുലർ റേഞ്ചിൽ നമുക്ക് ഇവിടെ ഒരു വോളിയം ഇംബാലൻസ് ഉണ്ടായിരുന്നു. സോ നമ്മളിവിടെ ഇനി 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. സോ അവിടെ വരുമ്പോഴത്തേനും എക്സാക്ട്ലി മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കേ. ആ ഒരു പ്രീവിയസ് റേഞ്ചിൻ്റെ എക്സ്ട്രീം ഡിസ്കൗണ്ട് സോണിൽ വന്ന് ടച്ച് ചെയ്യുന്നില്ല, അവിടെ ടച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്രൈസ് മുകളിലേക്ക് പോയി. മനസ്സിലായി? അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എക്സ്ട്രീം ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഏരിയയിൽ നമ്മൾ പ്രൈസിൻ്റെ ആക്ടിവിറ്റി നോക്കുമ്പം വാട്ട് ആർ യു സീയിങ്? അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ആ കാണുന്ന പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി ഓൺ എ ഡിസ്കൗണ്ട് റേഞ്ച് ഓൾസോ. നമ്മുടെ ഈ റെഡ് ലൈൻ വരച്ചിരിക്കുന്നത് മറക്കരുത്, അതിന് ബോട്ടമാണ് പ്രൈസ് ഈ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രൈസ് വന്ന് ട്രേഡ് ചെയ്യുമ്പോഴത്തേനും പ്രൈസിൻ്റെ മൊമെൻറ്റം എന്താണെന്ന് നോക്കിക്കേ. നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, അതേ സ്പീഡിലാണ് മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് കൊണ്ട് പ്രൈസ് തിരിച്ച് റിവേഴ്സ് എടുത്തു. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രീവിയസ് ഏരിയയും കൂടെ കോൺഫ്ലുവൻസോട് കൂടി നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ, സോ നമ്മൾ ഡേ വൈസിലേക്ക് ചാർട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും എന്താണ് ആ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രീം ബോട്ടം ലെവലിൽ വരുവാണ് മാർക്കറ്റ്. ബിക്കോസ് ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. ഈ പുൾ ബാക്കിനെ സ്വീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. സോ വെൻ ദ മാർക്കറ്റ് ഈസ് നിയറിംഗ് ടു സ്വീപ്പ് ദ പുൾ ബാക്ക്, വാട്ട് ആർ വി ലുക്കിംഗ് ഫോർ? എന്താണ് നമ്മൾ അവിടെ നോക്കുന്നത്? അന്നേരം അവിടെ എന്തെങ്കിലും പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി ഉണ്ടോ നോർമൽ കേസിൽ നിന്ന് നമ്മൾ അങ്ങനെയും അങ്ങനെയും നോക്കാറില്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ഏരിയയിൽ നമ്മൾ ഇതിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു ഡയറക്ഷണൽ ബയാസ് ഇവിടെ കിട്ടുന്നുണ്ടോ ഇല്ലയോ? കിട്ടുന്നുണ്ട്. ബിക്കോസ് 2 കോൺഫ്ലുവൻസസ് അവിടെ ഉണ്ട് പ്രീവിയസ് ഏരിയയിൽ. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഷോർട്ടർ സ്മോൾ ടാർഗറ്റിനാണെങ്കിൽ പോലും നമ്മൾ അവിടെ ഇൻകേസ് എൻട്രി എടുത്തതിന് ശേഷം ഈ ബോട്ടം റേഞ്ചിൽ ട്രേഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ എക്സിറ്റ് ടൈം. ഓക്കെ, അവിടെ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു എക്സിറ്റ് സമയം നമുക്ക് കിട്ടിയിരിക്കും. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിക്കകത്തെ ഇതുപോലെ തന്നെ പ്രീവിയസ് ഏരിയയിലേക്ക് നമ്മളുടെ മൊമെൻറ്റം ഏരിയയിലേക്ക് പ്രൈസ് വരുമ്പോൾ എന്താണ് അവിടുത്തെ ആക്ടിവിറ്റി എന്ന് നോക്കാം. സപ്പോസ് ഇവിടെ മാർക്കറ്റ് അവിടെ കൺസിസ്റ്റൻറ്റ് റൈസ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേനും മാർക്കറ്റ് ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നെയ്തർ പ്രൈസ് നോർ വോളിയം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലേ. പ്രൈസും വോളിയം ഈ ഒരു ഗ്യാപ്പിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല. സോ നമ്മളുടെ ഫസ്റ്റ് ലെവൽ ഓഫ് തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ ഒന്നെങ്കിൽ ഇതിൻ്റെ ബോഡിയിൽ ഒരിക്കലും വിക്സിൽ നമ്മൾ വരയ്ക്കരുത്. ഹയർ പോസിബിലിറ്റിയിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും സോ വീക്കിലി ട്രെൻഡിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിക്സ് നോക്കാതെ ബോഡി ലെവലിൽ എപ്പോഴും നോക്കുക. ബിക്കോസ് ഹയർ ദ പോസിബിലിറ്റി മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ നമ്മളുടെ ഇവിടെ ഈ ബോഡി പോർഷനിലായിരിക്കും കൂടുതൽ മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ് നടക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്യുകയാണെന്ന് വിചാരിച്ചോ ഇങ്ങനെ. അപ്പം പ്രൈസ് മേളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും രണ്ടാമത്തെ ഇവിടെ നിന്ന് പ്രൈസ് ഇവിടെ മുകളിൽ നിന്ന് ഇവിടെ കയറി. അതിനുശേഷം പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ 50% പെനിട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈസിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഘടന ഇങ്ങനെ. സോ അപ്പോൾ ഇവിടെ മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ് നടക്കും. ഈ ഒരു മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് ഈ കയറി മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 ആക്ക് പൊസിഷനിലല്ലേ ഇതിങ്ങനെ കയറി പോകുന്നത്. ഇങ്ങനെ വരുന്നു ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പം എപ്പോഴും ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ 50% പ്രൈസ് വിൽ കം ബാക്ക് ആൻഡ് പെനിട്രേറ്റ്, തിരിച്ചു വന്നിട്ട് ഇറങ്ങി അത് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ പോകും. സോ അതല്ലേ ആത്യന്തികമായിട്ടുള്ള മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടുത്തെ ആക്ടിവിറ്റി എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ലെവൽസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോഴത്തേനും പ്രൈസിൻ്റെ മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടം വരെ ഓക്കെയാണ് അല്ലേ. ബിക്കോസ് ഈ ക്യാൻഡിൽ ഇവിടെ വന്നു, അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോകുമ്പോഴത്തേനും ഇതിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് ഏരിയയിൽ പ്രൈസ് മിറ്റിഗേഷൻ നടന്നിട്ടുണ്ട്, വോളിയം എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പ്രൈസും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എക്സാക്ട്ലി പ്രൈസ് ഇവിടെ വന്നിട്ട് റിജക്ട് ചെയ്തിട്ട് പോകുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം സൈഡ് പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇവിടെ വരച്ചത്, എന്തുകൊണ്ടാണ് ഇവിടെ വരയ്ക്കാത്തത് എന്നൊരു ചോദ്യം വരുമല്ലോ അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ച് വോളിയത്തിൻ്റെ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വേണം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് എന്താണ് വോളിയത്തിൻ്റെ ആക്ടിവിറ്റി, എന്താണ് സംഭവം? ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് ഇത്.
അപ്പം ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ വോളിയം വന്നിരിക്കുന്നത്. അതിനുശേഷം പ്രൈസ്, അതിനുശേഷം കൺസിസ്റ്റൻസി 3 ക്യാൻഡിൽ വോളിയം. ഇത് വേറൊരു കൺസെപ്റ്റാണ്. 3 ക്യാൻഡിൽ വോളിയം ആണ് കൺസിസ്റ്റൻറ്റ് റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ, അത് ഇപ്പോൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല, അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ വോളിയം ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇൻക്രീസ്ഡ് വോളിയത്തിൽ ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്തിട്ടാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ബ്രേക്ക് ഔട്ട് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നു, വോളിയം ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നു. സോ ഇങ്ങനത്തെ വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽസ് ഉണ്ടെങ്കിൽ ആ ക്യാൻഡിൽസിൻ്റെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് വന്നിട്ട് ഈ ക്യാൻഡിൽസിൻ്റെ ബോഡിയെ വന്ന് ടച്ച് ചെയ്തിട്ട് റിജക്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോവാം. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൾ ബാക്ക് പോലെ ബോട്ടം സൈഡിൽ വന്നിട്ട് റിജക്ട് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് പോവാം. ഇതാണ് ഹയർ പോസിബിലിറ്റി. പക്ഷേ എക്സെപ്ഷണൽ വോളിയം ആണ് ഇതുപോലെ പോപ്പ് ഔട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ഇതിൻ്റെ ഈ ഒരു ബോഡിക്ക് താഴോട്ട് പ്രൈസ് ഇറങ്ങി വരാൻ വളരെ മടിയായിരിക്കും. അപ്പം ആ ഒരു ബോഡിയെ വന്ന് ടച്ച് ചെയ്തിട്ട് സപ്പോർട്ട് അവിടെ വന്നിട്ട് തിരിച്ച് കയറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മളിവിടെ ഈ വോളിയത്തിൻ്റെ ആക്ടിവിറ്റിയും കൂടെ കോറിലേറ്റ് ചെയ്ത് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിൽ. ഓൾസോ ഇവിടെ ഒരു വോളിയം ആക്ടിവിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. സോ ഇത് ഏത് ഡേറ്റ് ആണ്? 23 ജനുവരി 2024. സോ 23 ജനുവരി 2024 ഇവിടെ എന്ത് സംഭവിച്ചു? 3 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിൽ നോക്കാം. ഇവിടെ 23 ജനുവരി 2024. അപ്പോൾ അവിടെ അത്രയും ഓക്കെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ 23 ജനുവരി 2024 വന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്താണ് നടന്നിരിക്കുന്നത്? ആ ഒരു പർട്ടിക്കുലർ ലൈൻ്റെ ബോട്ടം വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്താണ്? സി എ ലോ ഇസ് മെയ്ഡ് അല്ലേ? ഇവിടെ ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് ടേക്കൺ. പക്ഷേ ഇവിടെ ആണെങ്കിൽ പോലും ഈ ക്യാൻഡിലിൻ്റെ താഴെ പിന്നെ ട്രേഡ് ചെയ്തു അല്ലേ 23 ജനുവരിയിൽ. അപ്പം ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടുത്തെ ആക്ടിവിറ്റി ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് ടേക്കൺ, പിന്നെയും പ്രൈസ് മുകളിലേക്ക് വന്നിട്ട് പിന്നെയും താഴോട്ട് പോവുകയാണ്. ഇവിടെ ക്ലിയർലി യു ക്യാൻ സീ ദ ആക്ടിവിറ്റി, കണ്ടോ? അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി ഏകദേശം ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്നവരെ ഭാഗ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ മൊമെൻറ്റത്തിൽ പ്രൈസ് മുകളിലേക്ക് പോയി. ആ ഒരൊറ്റ ദിവസം തന്നെയാണ്, കണ്ടോ? അപ്പം നമ്മൾ ഇവിടുത്തെ പ്രൈസ് മാനിപ്പുലേഷൻ, സംടൈംസ് നമുക്ക് പ്രൈസ് മാനിപ്പുലേഷനകത്ത് നമുക്ക് എൻട്രി കിട്ടും, സംടൈംസ് നമുക്ക് കിട്ടത്തില്ല. സംടൈംസ് ഇതുപോലെ നമുക്ക് ക്ലിയർ പ്രൈസ് ആക്ഷൻ നമ്മുടെ മുന്നിൽ കൂടി കൃത്യമായിട്ട് കാണിച്ച് പ്രൈസ് കയറി പോകും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആദ്യം എൻട്രി ചെയ്യണമെന്നൊന്നും ഇല്ല. ഇവിടെ ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് ടേക്കൻ, ഹൈ ഇസ് ടേക്കൻ, പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് എന്ന് വരുമ്പോഴത്തേനും ഇവിടെ ഈ മിറ്റിഗേഷൻ അതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുവാണ്. വീണ്ടും പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ 3 മിനിറ്റിൻ്റെ സെക്ഷനിൽ വീണ്ടും അടുത്ത പ്രൈസ് മാനിപ്പുലേഷൻ വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വോളിയത്തിൻ്റെ റീഡിങ്ങും കൂടെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഈ ഒരു ലെഗിൽ ഇങ്ങനെ വരുമ്പോഴത്തേന് എവിടെയെങ്കിലും വോളിയം പോപ്പ് ഔട്ട് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ എങ്ങും വോളിയം ഇല്ല. ഇതെല്ലാം താഴെ നിൽക്കുന്നത്. എത്രയുണ്ടത്? 3 മില്യൺ. ഇത് കുഴപ്പമില്ല. ഇവിടെ വോളിയം പോപ്പ് ഔട്ട് വന്നു കഴിയുമ്പോഴത്തേന് അതിൻ്റെ ലോ ഇസ് ടേക്കൺ അല്ലേ? അപ്പം അതിനുശേഷം പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി നമ്മളിവിടെ നോക്കുമ്പം ഒന്നും കാണുന്നില്ല. ഇവിടെ റേഞ്ചിങ് എൻവയൺമെൻറ്റിൽ ആണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നത്. സോ ഇവിടുത്തെ ആക്ടിവിറ്റി കാണുമ്പോഴത്തേനും നമുക്കറിയാം ഇത് ഏകദേശം ഒരു റേഞ്ചിങ് എൻവയൺമെൻറ്റിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ റേഞ്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ യു നീഡ് ടു വെയിറ്റ് ഫോർ ദ റേഞ്ച് ടു ബ്രേക്ക് ഔട്ട്. ഏതൊരു സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് അതിനുള്ള ആക്ടിവിറ്റി വാച്ച് ചെയ്താൽ മതി. അങ്ങനെയാണ് റേഞ്ചിങ് എൻവയൺമെൻറ്റിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ട്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ക്ലിയർ ആയിട്ട് ഈ വിക്സ് മാത്രം ഇട്ടിട്ടുള്ള ഇതാകുമ്പോഴത്തേനും നമ്മൾ ഇച്ചിരി റിഫൈൻ ചെയ്ത് നിൽക്കുക. നമുക്ക് കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ പോട്ടെന്ന് നോക്കുക എൻട്രി. അങ്ങനെ നമ്മളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. സോ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് റേഞ്ചിങ് ആവുന്നുണ്ടോ മാർക്കറ്റ് എന്ന് നോക്കുക. പ്രൈസ് മാനിപ്പുലേഷൻ വരുമ്പം ക്ലിയർ ആയിട്ട് ഇറ്റ് വിൽ ഷോ യു. ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് ടേക്കൺ. അഗെയിൻ അതിൻ്റെ ലോ ഇസ് ടേക്കൺ എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി പ്രോപ്പറായിട്ട് ഇവിടെ നടക്കുന്നില്ല. സോ എഗെയിൻ നമ്മളിവിടെ നോക്കുവാണ് വോളിയം അഡീഷൻ ഉണ്ടോ എന്ന് നോക്കുവാണ്. ഇവിടെ നോക്കിയേ, ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇവിടെ വരുമ്പോഴത്തേനും വോളിയം ഇൻഡ്യൂസ്ഡ് അല്ലേ? ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ലോ ഇസ് ടേക്കൺ. സോ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം ക്വാളിഫൈ ചെയ്തോ ഇല്ലയോ? സോ മൈനർ കൺഫർമേഷൻസ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ നമുക്ക് അവിടെ എൻട്രി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. നമുക്ക് ഇവിടെ എങ്ങും വോളിയത്തിൻ്റെ കൺഫർമേഷൻ കാണുന്നില്ല. റേഞ്ചിങ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി ഇവിടെ സ്ലൈറ്റ്ലി പ്ലേയിങ് ഔട്ട്. പക്ഷേ അത് വരുമ്പോഴത്തേനും നമ്മളിവിടെ നോക്കുമ്പോഴത്തേനും ഫ്രാക്ടൽ ഡെലിവറി ഓഫ് വോളിയം നോക്കുമ്പോഴത്തേനും ഇവിടെ നോക്കിയേ, ഇതിൽ എത്ര ശതമാനം ഉണ്ട് ഇവിടെ നോക്കിയേ. ഇതാണ് നമ്മളുടെ വോളിയത്തിൻ്റെ ഹൈ പോർഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇതുണ്ടോ? സോ ഇറ്റ് കനോട്ട് ബി ഹിഡൻ. അതാണ് അതിനകത്തെ കാര്യം. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ എല്ലാ വോളിയത്തിനെക്കാട്ടിലും ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇതുണ്ട്. ഇതായിരുന്നു അവിടുത്തെ ഹൈ എന്ന് പറയുന്നത്. ഈ ടൈം ബാർ വെച്ച് നോക്കുമ്പോൾ ഇതായിരുന്നു തന്നെ. അതിൻ്റെ ഒപ്പം ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആണ്. പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ലോ ഇസ് ടേക്കൺ.
entry is getting qualified. Now you try to play out the song. Low is made, high is made, low is taken, high is taken, and price is coming to mitigate. Done. ഇൻ കേസ് നമ്മൾ ആ ഒരു ഇവിടുത്തെ എൻട്രിക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ആ പർട്ടിക്കുലർ ക്യാൻഡിലെ ബോട്ടം ലെവലിൽ പ്രൈസ് സപ്പോർട്ട് എടുക്കുന്ന പോലെ കണ്ടോ. അപ്പോൾ ഇതാണ് വോളിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെയും ത്രീ ക്യാൻഡിലല്ല, ഇൻക്രീസ്ഡ് വോളിയത്തിൽ അതിന് ശേഷമാണ് വരുന്നത് ഏത് നമ്മളുടെ എൻട്രി ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ. സോ ഇറ്റ്സ് എ സിവിയർ പ്രൈസ് മാനിപ്പുലേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ സമയത്ത് പോലും ഇവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ട്, വോളിയം ഈസ് ഗെറ്റിംഗ് ആർഡർ. സ്മാർട്ട് പ്ലേയേഴ്സ് ഇവിടെ ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ്. അല്ലെങ്കിൽ ഇത്ര വോളിയം ഇവിടെ പോപ്പ് ഔട്ട് ചെയ്യത്തില്ല. അതിനുശേഷം വീണ്ടും ഈ സ്മാർട്ട് പ്ലേയേഴ്സ് വെൻ ദേ ആർ ഇൻ ടു ദ ട്രേഡ് എന്താണ് സംഭവിക്കുന്നത്, അവരെ എക്സിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രൈസ് അതിൻ്റെ ബോട്ടം ലെവൽ വരെയും വരുന്നുണ്ട്. ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ഏതാണോ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആ ബോട്ടം ലെവൽ വരെയും പ്രൈസ് വരുന്നുണ്ട് കണ്ടോ, കൃത്യം അവിടെ വരെയാണ്. സോ യു ആർ നൗ നമ്മുടെ ഇമ്പോർട്ടൻസ് ആണ്, യു ആർ സീയിങ് കൺസിസ്റ്റന്റ് 3 ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പ്. അതിനുശേഷം വീണ്ടും പ്രൈസ് കറക്ഷണൽ മൂവിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നു. അപ്പം മൂവിന് വേണ്ടി ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ഈ വോളിയം കൺഫർമേഷൻ ഉള്ളത് കൊണ്ടും നമുക്ക് ഈ 3 ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പ് ഫോം ചെയ്യുന്നത് വിത്ത് എ ഹെവി വോളിയം കൺഫർമേഷൻ ആയതുകൊണ്ടും യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് സെക്കൻഡ് ടൈം. സോ മാർക്കറ്റ് നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആർ യു ഗെറ്റിംഗ് ദ ഡയറക്ഷണൽ ബ്ലൂ പ്രിന്റ് ഓഫ് മാർക്കറ്റ്? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ ബ്ലൂ പ്രിന്റ് ഇതിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ? ആർ യു സ്റ്റാൻഡിങ് ഇൻ ദ റൈറ്റ് പ്ലേസ്? ആർ യു സ്റ്റാൻഡിങ് ഇൻ എ ഡിസ്കൗണ്ട് ഏരിയ? ആർ യു സ്റ്റാൻഡിങ് ഇൻ എ മൊമെൻറ്റം ഏരിയ? ദാറ്റ് വാട്ട് ഐ എം ഷോയിങ് യു. അപ്പോൾ അങ്ങനത്തെ മൊമെൻറ്റം ഏരിയയിൽ നമ്മൾ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് എൻട്രി വിൽ ബി ഫോമിങ് നോട്ട് വൺ ടൈം, 2 ടൈം, 3 ടൈം, 4 ടൈം, ഇറ്റ് വിൽ ബി ഫോമിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല. ദ തിങ് ഈസ് ദാറ്റ് യു ഫോക്കസ് ഓൺ ദ ലിറ്റിൽ ട്രേഡ് സെറ്റപ്പ് ഐ എം ടീച്ചിങ് യു. നമ്മളെ മാർക്കറ്റിന് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയസ് ഇഷ്ടം പോലെ ഉണ്ട്. സോ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് ഹിയർ, യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് ഹിയർ, യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് ഹിയർ, വേർ എവർ യു വാണ്ട് ടു ഗെറ്റ് ഇൻ. ബട്ട് ഇവിടുത്തെ പ്രോബ്ലം എന്താണ്, ഇവിടെ പിന്നെയും വീണ്ടും റേഞ്ചിങ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും സമയം എത്രയായി? 14:42. ഏകദേശം 15 അതായത് 2:45 സമയമായി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും. പിന്നെ പോയിട്ട് 1/4 മണിക്കൂറോ ട്രേഡിംഗ് ഉള്ളൂ. ബട്ട് എങ്ങോട്ട് പോയി അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്? സോ സംടൈംസ് മാർക്കറ്റ് വിൽ ബ്ലെസ് യു ലൈക്ക് എനിത്തിങ്. സോ ഇവിടെ ഈ സെയിം ടൈമിൽ എത്രയാണ്? 557 പോയിന്റ് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോയി ക്ലോസ് ചെയ്തു. മൊമെൻറ്റം ട്രേഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത് ആ ഒരു മൊമെൻറ്റം ഏരിയയിൽ നമ്മൾ അവിടുത്തെ വോളിയം കൺഫർമേഷൻ ആണ് ലാർജ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സമറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോഴത്തേനും എന്താണ് സംഭവം, നമ്മൾ നോക്കുന്നത് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മളുടെ ഈ ഏരിയ ഇറ്റ് സെൽഫ് അല്ലേ, ഇതാണ് ആ ഏരിയ. ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇവിടെ അതിനുശേഷം എക്സെപ്ഷണൽ വോളിയം വീക്ക്ലി ഡെയിലി നമ്മൾ എടുത്തത് ഡെയിലി. ഓക്കെ, ഇവിടുത്തെ നമ്മളുടെ സെറ്റപ്പിൽ നമ്മൾ നോക്കിയത് എന്താണ്, ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ വോളിയം ബ്രേക്ക് ഔട്ട് എന്തായിരുന്നു എന്നുള്ളതാണ്. ഈ 3 ക്യാൻഡിലിൻ്റെ കൂടെ വോളിയം വരുമ്പോഴത്തേന് ഇതിന് മുകളിൽ വോളിയം കയറി കഴിഞ്ഞു അല്ലേ. 1 എത്രയാണ്? ഇത് 204, 301, 244. ഇത് എത്ര മില്യൺ ഉണ്ട്? 343. ബിക്കോസ് കൺസിസ്റ്റൻറ്റ് വോളിയം റൈസ് ആണ് ഇത് 3 കൂടെ വരുമ്പോഴത്തേന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ നമ്മളിവിടെ വോളിയം ഇംബാലൻസസ് ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴെ ഇറങ്ങി വരുമ്പോഴും അവിടെ നമുക്ക് ഒരു നല്ലൊരു റേഞ്ച് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റിയിൽ നല്ല ഏരിയയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് മാനിപ്പുലേഷൻ കാണിക്കുമ്പോൾ നമ്മൾ മൈനർ ടൈം ഫ്രെയിമിൽ നമ്മുടെ വോളിയത്തിൻ്റെ കൺഫർമേഷനും കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് പോകുമ്പോൾ ഞാൻ കാണിച്ച പോലെ വോളിയം കിപ്പോൺ ആഡ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യപ്പെട്ട ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ എൻട്രി. വോളിയം കൺഫർമേഷൻ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. സോ ഡയറക്ഷണൽ ബയാസിനകത്ത് നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോഴത്തേനും വോളിയത്തിൻ്റെ കൺഫർമേഷൻ പ്രോപ്പറായിട്ട് ക്ലബ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ ഇതിലൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു വെച്ചിരിക്കുന്നതിനകത്ത് നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ആ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു വിൽ ബി സ്റ്റാൻഡിങ് അറ്റ് ദ റൈറ്റ് പ്ലേസ് ഓഫ് മാർക്കറ്റ്. റോങ് സൈഡിൽ ഒരിക്കലും നമ്മൾ വരത്തില്ല. കാരണം എന്താണ്, നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അവിടുത്തെ ആക്ടിവിറ്റി മാർക്കറ്റിൻ്റെ പ്രൈസ് മാനിപ്പുലേഷൻ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സിംപ്ലി ഒറ്റ നോട്ടത്തിന് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി സെൽ സൈഡിലേക്ക് പോകണോ എന്നുള്ള നമുക്കൊരു തോട്ടേ നമുക്ക് വരത്തില്ല. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ ഏരിയയിൽ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രം മതി നമുക്ക് എൻട്രി. അപ്പോൾ അതിന് മുന്നേ എന്തിനാണ് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബലം പിടിച്ച് അവിടെ എല്ലാം പോയി എൻട്രി എടുക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ നമുക്ക് മൊമെൻറ്റം ഏരിയ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ മൊമെൻറ്റം ഏരിയ എന്ന് പറയുന്നത് അൺമിറ്റിഗേറ്റഡ് ഏരിയാസിൽ എവിടെയെല്ലാമാണ് മാർക്കറ്റ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഇതിൻ്റെ ടോപ്പ് സൈഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ ഇവിടെ.
അപ്പോൾ ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴും യു വിൽ ഹാവ് ഇതിൻ്റെ താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴും യു വിൽ ഹാവ് എ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ബിക്കോസ് ഇതൊരു ഹെവി മൊമെൻറ്റം ക്യാൻഡിലിൻ്റെ ടോപ്പ് പോർഷനാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോഴും നമുക്ക് എൻട്രീസ് കാണാൻ പറ്റും. സോ നമുക്ക് ഇവിടെ ഇതിനകത്ത് നമുക്ക് എൻട്രി കാണാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ എന്നത്തെയാണ് 17 ജനുവരി 2024. സോ അത് സർക്കിൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മളിനി ആ പർട്ടിക്കുലർ ക്യാൻഡിലേക്ക് 3 മിനിറ്റിൻ്റെ ക്യാൻഡിലേക്ക് നമുക്ക് പോവാം. ആർ വി ഗെറ്റിംഗ് എനി കൺഫർമേഷൻ? ദെൻ യു വിൽ ഗെറ്റ് ഇൻ ടു ദ എൻട്രി അല്ലേ. നമുക്ക് അവിടെ നോക്കുമ്പോൾ എന്തെങ്കിലും കൺഫർമേഷനോ എന്തെങ്കിലും പ്രൈസ് മാനിപ്പുലേഷനോ എന്തെങ്കിലും പുൾ ബാക്ക് സീരീസോ എന്തെങ്കിലും നമുക്ക് അവിടെ കണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. ബിക്കോസ് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് യു പുൾ ബാക്ക്, ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് യു പ്രീവിയസ് ഏരിയ. ഇവിടെ എന്തെങ്കിലും പ്രീവിയസ് ഏരിയ ഉണ്ടോ? ഇല്ല. പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും പ്രീവിയസ് ഏരിയ ഉണ്ടോ? ഇല്ല. അപ്പം അവിടെ നമുക്ക് എന്തെങ്കിലും വേറെ അഡീഷണൽ ആയിട്ട് പുൾ ബാക്കിൻ്റെ എന്തെങ്കിലും ബോട്ടം സൈഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ആകെപ്പാടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ വോളിയം ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ മാത്രമേ നമുക്കുള്ളൂ. സോ പ്രൈസ് ആക്ടിവിറ്റി ഓൺ എ 3 മിനിറ്റ് ലെറ്റ് us കൺവേർട്ട് ആൻഡ് സീ വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു 17 ജനുവരി. അപ്പം 17 ജനുവരിയിൽ മാർക്കറ്റ് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻഡിൽ ഇവിടെയാണ്. സോ എന്ത് സംഭവിച്ചു? പ്രൈസ് മുകളിലേക്ക് പോകുന്നു, താഴോട്ട് വരുന്നു അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ബൈയിങ് സൈഡിലേക്ക് നോക്കുമ്പം ഈ ലൈന് ബോട്ടം ലൈൻ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് 17ൻ്റെ ഇതാണ്. പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. സോ ഇവിടെ പ്രൈസ് മാനിപ്പുലേഷൻ ഉണ്ടോ? എ ലോ ഇസ് ക്രിയേറ്റഡ്. സോ എ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ് അല്ലേ. ഹൈ ക്രിയേറ്റ് ചെയ്തോ? ഇല്ല. ബിക്കോസ് ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ പോകണം. സോ നമുക്ക് ഇവിടെ പ്രൈസ് മാനിപ്പുലേഷൻ ഇല്ല. അപ്പോൾ ഇവിടെ അഗൈൻ ഇത് ബോഡി വെച്ച് നോക്കുകയാണെങ്കിൽ ബോഡി വൈസ് നോക്കുകയാണെങ്കിൽ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ് ആൻഡ് ലോ ഇസ് ടേക്കൺ, ഹൈ ഇസ് നോട്ട് ടേക്കൺ. അപ്പോൾ ഇവിടെ പ്രൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നോക്കുമ്പോഴത്തേനും വോളിയം എക്സെപ്ഷണൽ വോളിയം പോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ടൈം ബേസിൽ കുറച്ചൊരു ഇതിലുണ്ട്. പിന്നെയും നമ്മൾ നോക്കുമ്പോഴത്തേനും വോളിയം നോക്കുമ്പോഴത്തേനും ഇവിടെ കൂടുതൽ വോളിയം വന്നിട്ടുണ്ട് അല്ലേ. ആ പർട്ടിക്കുലർ വോളിയത്തിൻ്റെ ബോട്ടം സൈഡാണ് ഈ പ്രൈസ് എല്ലാം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ട്രേഡ് ചെയ്യുന്നുണ്ട്, തിരെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഇതൊരു റേഞ്ചിങ് എൻവയോൺമെൻ്റ് ആയിപ്പോയി. പ്രൈസ് മാനിപ്പുലേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല. സോ ഡു യു ഹാവ് എൻ എൻട്രി? ഒരു ബൈ പ്ലാനിൽ നമുക്കിവിടെ എൻട്രി ഉണ്ടോ? എൻട്രി ഇല്ല. ബിക്കോസ് നമുക്ക് അവിടെ ഒരു പ്രീവിയസ് ഏരിയ എന്തെങ്കിലും ഇപ്പുറത്തുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ വോളിയത്തിൻ്റെ കൺഫർമേഷൻ നോക്കുമ്പോഴും വോളിയം ആഡഡ് പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ലോ ഇസ് ടേക്കൺ, നോട്ട് ടേക്കൺ അല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളിവിടെ എൻട്രി എടുക്കാൻ വേണ്ടി നമുക്ക് റെഡി ആകുന്നത്. സോ ഇവിടെ നിന്ന് എൻട്രി മിസ്സായി, നേരെ പ്രൈസ് താഴോട്ട് പോരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും വോളിയം ആഡഡ് അല്ലേ. വോളിയം ആഡഡ് ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ലോ ഇസ് ടേക്കൺ. പ്രൈസ് മാനിപ്പുലേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം അതിനുശേഷം പ്രൈസ് വീണ്ടും താഴോട്ട് പോരുവാണ്. ഇവിടെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. സോ ഹോൾ ഡേ വി വിൽ ബി സിറ്റിംഗ് ഐഡിൽ, നോ പ്രോബ്ലം. ബട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ഉണ്ട്. സോ എന്തുകൊണ്ട് നമ്മളവിടെ ഐഡിയലായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു പ്രശ്നമില്ല. നമുക്ക് ആ ഹോൾ ടൈം മേ ബി നമ്മൾ വേറൊരു ഐഡിയയിലായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്ലാനിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ബോട്ടം ലൈനിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ബൈയിങ് പ്ലാൻ. ഓക്കെ, ഇനി ഇതിന് മുകളിൽ നമുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും സെല്ലിംഗ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അതിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. സോ സംടൈംസ് നമ്മളുടെ കൺവിക്ഷൻ സംടൈംസ് നമ്മൾ ഫോം ചെയ്യുന്നതും മാർക്കറ്റ് കാണിക്കാൻ പോകുന്നതും തമ്മിൽ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഡിഫറൻറ്റ് സിനാരിയോയിൽ നമ്മളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നോബഡി ക്യാൻ ടേക്ക് എവറിത്തിങ് അല്ലേ. യു ക്യാൻ ടേക്ക് ഓൺലി എ പോർഷൻ ഫ്രം ദ മാർക്കറ്റ്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് മാർക്കറ്റ്. അപ്പം നമ്മൾ നോക്കിയിരിക്കുന്ന ഡയറക്ഷണൽ ബയാസിൽ നമുക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. അതാണ് അതിനകത്തെ കാര്യം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ട്രെൻഡ് അറിഞ്ഞ് മൊമെൻറ്റം ഏരിയയിൽ ട്രേഡ് ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ് ക്ലാരിഫൈസ് അല്ലേ. നമ്മളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ വീഡിയോസ് എല്ലാം ഇഷ്ടം പോലെ വീഡിയോസ്, ഇതിനകത്ത് 169ഓളം വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും കാണണം. എന്നിട്ട് ഒരു ഡയറക്ഷണൽ ബയാസ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ ക്ലാരിറ്റി തോട്ടോട് കൂടി ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് സെറ്റപ്പിൻ്റെ കൂട്ടത്തിൽ ഇത് ക്ലബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ബിക്കോസ് ഈ സ്റ്റഡി ഈസ് ഡിഫറൻറ്റ് അല്ലേ. നമ്മൾ പുതിയൊരു കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓരോരോ ലെസൺസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ട്രേഡിംഗ് സീക്രട്സിൻ്റെ എല്ലാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മുഴുവൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കമൻസുകൾ എഴുതുക, അതാണ് എൻ്റെ ഊർജ്ജം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ജേർണി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.